അങ്ങളെ ദൈവം പ്രപഞ്ചത്തെ 6 ദിവസം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് സമ്മതിക്കുന്നു. പക്ഷെ 4-ാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. 1-ാം ദിവസം തന്നെ രാവും പകലും ഉണ്ടായി എന്ന് ബൈബിൾ പറയുന്നുണ്ടല്ലോ. അത് യുക്തിക്കെതിരല്ലേ? നമ്മൾ നേരത്തെ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ 1-ാം ദിവസം തന്നെ ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആവർത്തന വിരസത ഉണ്ടാകാത്ത രീതിയിൽ ആ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു പോകാം. അതിനുശേഷം 1-ാം ദിവസം എങ്ങനെയാണ് രാത്രിയും പകലും ഉണ്ടായത് എന്നുള്ളത് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സൃഷ്ടിച്ചതിന് ഇംഗ്ലീഷിൽ ക്രിയേറ്റഡ് എന്നും എബ്രായ ഭാഷയിൽ ബാര എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബാര എന്നുള്ള പദത്തിന്റെ അർത്ഥം ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ശില്പി ഒരു ശില്പത്തെ ഉണ്ടാക്കുന്നത് പോലെയോ, ഒരു കവി ഒരു കവിത ഉണ്ടാക്കുന്നത് പോലെയോ, ഒരു ചിത്രകാരൻ ചിത്രം രചിക്കുന്നത് പോലെയോ, ഒരു സിനിമാ നിർമ്മാതാവ് ഒരു സിനിമ ഉണ്ടാക്കുന്നത് പോലെയോ അതൊരു സൃഷ്ടിയാണ്. അത് നേരത്തെ അതുണ്ടാക്കുന്നവരുടെ മനസ്സിൽ മാത്രം നിലനിന്നിരുന്നുവെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് പുതിയതായിട്ടുണ്ടാക്കുക, അതാണ് ബാര ക്രിയേഷൻ. എന്നാൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം തൊട്ട് 21-ാം വാക്യം വരെ പിന്നീട് ഈ ക്രിയേറ്റ് എന്നുള്ള പദം ഉപയോഗിച്ചിട്ടേ ഇല്ല. മറിച്ച് ആശ എന്നുള്ള പദം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ആശ എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ മെയ്ഡ് എന്നും ഉണ്ടാക്കി എന്നുള്ള പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഉള്ള ഒരു വസ്തുവിനെ രൂപഭേദം വരുത്തി പുതിയതാക്കി മാറ്റുക, അതാണ് ഉണ്ടാക്കുക. ഒരു കാറിനെ നമ്മൾ സൃഷ്ടിക്കുകയല്ല, ഉണ്ടാക്കുക. അത് ഇരുമ്പും മറ്റു പല വസ്തുക്കളെയും പല രീതിയിൽ വ്യതിയാനം വരുത്തി എഞ്ചിനും മറ്റ് കാറിന്റെ ഭാഗങ്ങളും ഒക്കെ ഉണ്ടാക്കി അതിനെ ചേർത്ത് ഫിറ്റ് ചെയ്ത് ഒരു കാറ് ഉണ്ടാക്കുക. അതൊരു ഡീനോവോ ക്രിയേഷൻ അല്ല, ഉള്ളതിനെ രൂപാന്തരപ്പെടുത്തുക. അപ്പം അങ്ങനെയുള്ളതിനെ ഉപയോഗിക്കുന്ന പദമാണ് ആശ എന്നുള്ള പദം. അപ്പോൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം കഴിഞ്ഞ് 21-ാം വാക്യത്തിലെ ഈ ക്രിയേറ്റ് എന്നുള്ള പദം ഉപയോഗിക്കുന്നുള്ളൂ. അതുവരെ സംഭവിച്ചതൊക്കെ വെറും ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ രൂപഭേദം വരുത്തലായിരുന്നു. സൂര്യന്റെ കാര്യവും ഭൂമിയുടെ കാര്യവും സസ്യങ്ങളുടെ കാര്യവും ഇതെല്ലാം രൂപഭേദം വരുത്തലാണ്. പിന്നീട് ബാര ക്രിയേഷൻ നടക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 21 പക്ഷികളെയും മത്സ്യങ്ങളെയുമാണ്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2-ന്റെ 19 സകല ജീവികളെയും മണ്ണിൽ നിന്നാണ് ഉണ്ടാക്കിയെന്ന് വായിക്കുന്നുണ്ട്. പക്ഷികളെയും മത്സ്യങ്ങളെയും ഒക്കെ ഉണ്ടാക്കിയത് മണ്ണിൽ നിന്നായിരിക്കണം. അങ്ങനെ ദൈവം ചെയ്തതിൻ്റെ കാരണം ഈ ജീവജാലങ്ങളൊക്കെ മണ്ണുമായിട്ട് വിലയം പ്രാപിച്ച് മണ്ണുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട്. ഏതെങ്കിലും ഒരു ജീവി മാത്രം മണ്ണുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ അതിന് മണ്ണുമായിട്ട് ചേരാൻ കഴിയത്തില്ല. അപ്പം ഈ പ്രപഞ്ചത്തിൽ അവയുടെ ശവശരീരങ്ങൾ നിറയുമായിരുന്നു. മാത്രമല്ല ഒരു എക്കോസിസ്റ്റം വഴി സ്വയം പ്രവർത്തിക്കുന്ന ഒരു ക്രമമാക്കി മാറ്റി പക്ഷികളെയും മത്സ്യങ്ങളെയും ഒക്കെ മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. പക്ഷേ അവ ഉള്ള സ്ഥലം ആകാശത്തിലും വെള്ളത്തിലും മണ്ണില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം പക്ഷികളെയും മത്സ്യങ്ങളെയും ഉണ്ടാക്കിയപ്പോൾ ഭൂമിയിൽ നിന്നുള്ള മണ്ണെടുത്ത് പ്രത്യേകമായിട്ട് അവയെ സൃഷ്ടിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അവിടെ വീണ്ടും ബാര എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. 1-ന്റെ 26-ലും മനുഷ്യ സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ ബാര എന്നുള്ള പദം ഉപയോഗിക്കുന്നുണ്ട്. കാരണം മനുഷ്യന്റെ ആത്മാവിനെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാക്കിയത്. പക്ഷേ 2-ാം അധ്യായത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് 4-ാം വാക്യത്തിലൊക്കെ പറയുമ്പോൾ അവിടെ ബാര എന്നുള്ള പദം, അല്ലെ സൃഷ്ടിച്ചു എന്നുള്ള പദവും അതുപോലെ ആശ അല്ലെങ്കിൽ ഉണ്ടാക്കി എന്നുള്ള പദവും ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. അതിന്റെ അർത്ഥം മനുഷ്യന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു, മനുഷ്യന്റെ ശരീരത്തെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കി എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന് ശേഷം 21-ാം വാക്യം വരെ രൂപഭേദം വരുത്തുക മാത്രമാണ് ചെയ്തത്. അപ്പം ഈ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ഉള്ളവയിൽ നിന്ന് വ്യത്യാസം വരുത്തി ഇതേ ഉള്ളൂ. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ 1-ാം ദിവസം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഉൽപ്പത്തി 2-ാം അധ്യായം ഉൾപ്പെടെ ഉള്ള അനേക ഭാഗങ്ങളിൽ 2-ന്റെ 16, 26-ന്റെ 4, പുറപ്പാട് 32-ന്റെ 13, ഇങ്ങനെ അനേക ഭാഗങ്ങളിൽ ആകാശത്തിന്റെ ഭാഗമാണ് നക്ഷത്രങ്ങളും സൂര്യനും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അബ്രഹാമിനോട് പറയുന്നുണ്ട്, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണുക, അതുപോലെ നിനക്ക് സന്തതികളെ തരുമെന്ന്. അപ്പോൾ ആകാശത്തിന്റെ ഭാഗമാണ് നക്ഷത്രങ്ങൾ എന്നാണ് ബൈബിളിന്റെ ആഖ്യാന ശൈലിയിൽ ഉദ്ദേശിക്കുന്നത്. ഇതേ ആശയം പുതിയ നിയമത്തിൽ പോലും ഉണ്ട്. എബ്രായർ 11-ന്റെ 12 നമ്മളത് വായിക്കുന്നുണ്ട്. അപ്പോൾ ആകാശത്തിന്റെ ഭാഗമാണ് നക്ഷത്രങ്ങൾ. അങ്ങനെയാണെങ്കിൽ 1-ാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1 തന്നെ ആകാശത്തെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ സകല ജ്യോതിർഗോളങ്ങളെയും സൃഷ്ടിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ാം ദിവസം സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം തുടർന്നുള്ള ദിവസങ്ങളിൽ മാറ്റങ്ങളിലൂടെ കടന്നു പോവുക മാത്രമാണ് ചെയ്തത്.
ഈ മാറ്റങ്ങളിൽ ഒന്നാമതായിട്ട് സംഭവിച്ചത്, ഒന്നാം ദിവസം ഈ ഭൂമിയെ വളരെ കട്ടിയുള്ള ഇരുള് മൂടിയിരുന്നു. ഈ ഇരുള് മൂലഭാഷയിൽ ക്ലൗഡ് എന്ന് വായിക്കാവുന്ന ഒരു പദമാണ്, നീരാവി എന്നൊക്കെ വായിക്കാവുന്ന ഒരു പദമാണ്. ഈ നീരാവിയുടെ മുകൾ ഭാഗം സൂര്യനിൽ നിന്നുള്ള ചൂടടിച്ച് വികസിച്ച് കാണും, താഴെയുള്ള ഭാഗം ഘനീഭവിച്ച് വെള്ളമായി കാണും. അങ്ങനെ നീരാവിയുടെ പാളിയുടെ കട്ടി അല്ലെങ്കിൽ മേഘത്തിന്റെ കട്ടി കുറഞ്ഞു കാണും. അങ്ങനെ ഒന്നാം ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭൂമിയിൽ കുറച്ചുകൂടെ വെളിച്ചം എത്തുന്ന ഒരവസ്ഥ ഉണ്ടായി കാണണം. അങ്ങനെ ആകാശഗോളങ്ങളുടെ പ്രഭാവം അല്ലെങ്കിൽ അതിൻ്റെ സ്വാധീനം കുറച്ചുകൂടെ ഒന്നാം ദിവസം വൈകുന്നേരത്തേക്ക് ഭൂമിയിൽ അനുഭവപ്പെട്ട് കാണണം. അവിടെ ദൈവം പറയുന്ന വാക്കുകൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 3-ാം വാക്യത്തിൽ ലെറ്റ് ദെയർ ബി ലൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ലെറ്റ് ദെയർ ബി ഇലുമിനേഷൻ, പ്രകാശിതമായി തീരട്ടെ എന്നും ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു പദമാണ്. അപ്പം ദൈവം ഒന്നാം ദിവസം പറഞ്ഞത് ഭൂമി കൂടുതൽ പ്രകാശിതമായി തീരട്ടെ എന്നാണ്. അങ്ങനെ ഭൂമി പ്രകാശിതമായി തീർന്നു. അങ്ങനെയാണ് ഒന്നാം ദിവസം തന്നെ രാത്രിയും പകലും തിരിച്ചറിയത്തക്ക അവസ്ഥ ഉണ്ടായത്. ഇതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ മൺസൂൺ കാലത്തൊക്കെ നല്ല മഴക്കാറുള്ള സമയത്ത് സൂര്യനെയും കാണാൻ പറ്റില്ല, ചന്ദ്രനെയും കാണാൻ പറ്റില്ല. പക്ഷേ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നമുക്കറിയാം ഇതാ രാത്രിയാകാനായിട്ട് പോകുന്നു. അതിൻ്റെ കാരണം മേഘമുണ്ടെങ്കിലും മേഘത്തിലൂടെ സൂര്യൻ്റെ പ്രകാശം കുറച്ചൊക്കെ എത്തുന്നത് കൊണ്ട് സൂര്യനെ കാണാൻ കഴിയുന്നില്ലെങ്കിലും രാത്രിയും പകലും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് ഇത്രയധികം മഴക്കാറൊന്നും ഇല്ലാത്തടത്തും ഈ സുനാമിയൊക്കെ അടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ സൈക്ലോണൊക്കെ അടിക്കുമ്പോഴും ഇതുപോലുള്ള അവസ്ഥ വരും. സൂര്യനെയും ചന്ദ്രനെയും കാണാൻ പറ്റില്ല, പക്ഷേ രാത്രിയും പകലും തിരിച്ചറിയും. അപ്രകാരമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ രാത്രിയും പകലും തിരിച്ചറിയാവുന്ന ഒരു അവസ്ഥ വന്നത്. എന്നാൽ 4-ാം ദിവസം ആയപ്പോഴത്തേക്കാണ് ഈ മേഘപാളിയുടെ കനം തീരെ കുറഞ്ഞ് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ ഭൂമിയിൽ നിന്ന് കാണത്തക്ക ഒരവസ്ഥ സംജാതമായത്. അന്നു മുതലാണ് സൂര്യനും ചന്ദ്രനും ഒക്കെ അത് ഇന്ന് ചെയ്യുന്ന സീസൺ അല്ലെങ്കിൽ കാലം തിരിച്ചറിയത്തക്ക വിധത്തിലും അതുപോലെ രാത്രിയും പകലും വ്യക്തമായിട്ട് തിരിച്ചറിയത്തക്ക വിധത്തിലുമൊക്കെയുള്ള ജോലി ഏറ്റെടുത്ത് നടത്താൻ കഴിഞ്ഞത്. 104-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യത്തിൽ, ഈ 104-ാം സങ്കീർത്തനം മുഴുവനും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതാണ്. 19-ാം വാക്യത്തിൽ ചന്ദ്രനെ കാലനിർണയത്തിനായി നിയമിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നിയമിച്ചു എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം ആശ അഥവാ ഉണ്ടാക്കി എന്നുള്ള പദം തന്നെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ഉണ്ടാക്കി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെയാണ് ഇവിടെ നിയമിച്ചു, അപ്പോയിൻറ്റഡ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആശ അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നുള്ള പ്രക്രിയ ഒരു നിയമനം മാത്രമാണ്. ഒരു ജോലി ചെയ്യുന്ന ഒരാളെ വേറൊരു ജോലിക്കായിട്ട് നിയമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം, ഒരു നല്ല ശക്തിയുള്ള കഴിവുള്ള യൗവനയുക്തനായ ഒരു മനുഷ്യനെ ഒരു സെക്യൂരിറ്റിക്കാരനായിട്ട് നിയമിക്കുന്നത് പോലെ ഈ പ്രപഞ്ചത്തിലുണ്ടായ ചിലതിന് പുതിയ ജോലി കൊടുത്ത് മാറ്റിയെടുത്തു എന്നുള്ള അർത്ഥമേ ആശ എന്നുള്ള പദത്തിനുള്ളൂ. എന്ന് പറഞ്ഞാൽ 4-ാം ദിവസം സൂര്യനും ചന്ദ്രനും നേരത്തെ അവയെ അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും പുതിയ ജോലി കൊടുത്തു, പുതിയ ജോലി ഏറ്റെടുത്തു എന്നുള്ള അർത്ഥം മാത്രമേ അവിടെയുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ 2-ാം ദിവസം തൊട്ട് 4-ാം ദിവസം വരെയുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതി നിയമങ്ങൾ അനുസരിച്ചാണോ നടന്നത് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, അവിടെയും ദൈവത്തിൻ്റെ ശക്തി തീർച്ചയായിട്ടും പ്രവർത്തിച്ചു, അവയും അത്ഭുതങ്ങൾ തന്നെയാണ്. പക്ഷേ അവിടെ ദൈവം അത്ഭുതങ്ങൾ ഉപയോഗിച്ചത് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്താനാണ്. നേരത്തെ തന്നെ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചത്തിന് കൂടുതൽ വ്യക്തമായിട്ടുള്ള അവസ്ഥ സൃഷ്ടിക്കാനായിട്ടാണ് ദൈവം തൻ്റെ അത്ഭുത ശക്തി ഉപയോഗിച്ചത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു. പടിപടിയായിട്ട് അവയ്ക്ക് രൂപഭേദം വരുത്തി അങ്ങനെ 6-ാം ദിവസത്തെ അവസ്ഥയിൽ ദൈവം കൊണ്ടെത്തിച്ചു. അതിനിടയ്ക്ക് വെള്ളത്തിലെ മത്സ്യത്തെയും ആകാശത്തിലെ പറവയെയും മനുഷ്യൻ്റെ ആത്മാവിനെയും ദൈവം പ്രത്യേകമായിട്ട് സൃഷ്ടിച്ചു, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു. മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ശരീരം മണ്ണിൽ നിന്ന് ഉണ്ടാക്കി, അല്ലെങ്കിൽ ആശ ചെയ്തു. അങ്ങനെയാണ് പ്രപഞ്ച സൃഷ്ടി പൂർത്തീകരിച്ചത്. ഇങ്ങനെ നോക്കിയാൽ ഒരു ശാസ്ത്രഗ്രന്ഥം വായിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വിശ്വാസ്യമായിട്ട് തോന്നും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലെ ആഖ്യാനം. അതെ, ഈ ബൈബിൾ വിശ്വസനീയമാണ്, അത് സ്വീകാര്യമാണ്, അത് ദൈവം തന്ന വചനമാണ്. ആരും കണ്ടിട്ടില്ലാത്ത പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് സാക്ഷാൽ സൃഷ്ടിതാവായ ദൈവം തന്ന ആഖ്യാനമാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്. അത് വിശ്വാസ്യമാണ്. ഈ ബൈബിളിൽ മറ്റനേക കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പാപികളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പകരമുള്ള ശിക്ഷ യേശുക്രിസ്തു നമുക്ക് പകരമായി ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവായിട്ട് മനസ്സിലാക്കി യേശുക്രിസ്തുവിൻ്റെ യജമാനത്വം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ കർത്തൃത്വം സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് പാപമോചനം ലഭിക്കും എന്നും അതിൽ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നും
പാപം ചെയ്ത് ജീവിക്കുന്നുവെങ്കിൽ, പാപം ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന മനസാക്ഷിക്കുത്തും സന്തോഷക്കുറവും ഒക്കെ അനുഭവിച്ച ജീവിതത്തിൽ ലക്ഷ്യമില്ലാതെ ജീവിക്കുന്നെങ്കിൽ ഈ ബൈബിള് വായിക്കുക, അതിൽ വിശ്വസിക്കുക, അനുഗ്രഹിക്കപ്പെടുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.